ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃദാം യദാ വിനിമയോ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത് നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോപി നേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംഘൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ഹരി ഓം. 2 ദിവസത്തെ ബ്രേക്കിന് ശേഷം വീണ്ടും ഭാഗവത ജ്ഞാനഗംഗ ഒഴുകുകയാണ്. ഭാഗവത ദശമസ്കന്ധം 40-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അക്രൂരസ്തുതിയാണ് വിഷയം. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ അവസാന ഭാഗം അക്രൂരൻ ഭഗവാനെയും ബലരാമനെയും കൂട്ടി രഥത്തിൽ മധുരയ്ക്ക് പോകുന്ന വഴി കാളിന്തിയിൽ ഇറങ്ങുന്നതും സന്ധ്യാവന്ദനാദികൾക്ക് വേണ്ടി അദ്ദേഹം സ്നാനം ചെയ്തതായിട്ടുള്ള സമയത്ത് രഥത്തിലിരിക്കുന്ന രാമകൃഷ്ണന്മാരെ വെള്ളത്തിലും കാണുകയും അദ്ദേഹം വെള്ളത്തിൽ നിന്ന് പൊങ്ങി രഥത്തിലേക്ക് നോക്കിയപ്പോൾ വീണ്ടും രഥത്തിൽ അവരെ കാണുകയും ഒന്നുകൂടെ മുങ്ങി ഉറപ്പുവരുത്താൻ വേണ്ടി നോക്കിയപ്പോൾ രാമകൃഷ്ണന്മാർക്ക് പകരം ആദ്യം ആദിശേഷ ഭഗവാനെ ദർശിച്ചു. അതിനുശേഷം ആദിശേഷന്റെ മടിയിൽ ശയിക്കുന്നതായ ഭഗവാൻ വിഷ്ണുവിനെ, നാരായണനെ ദർശിക്കുന്നു. അങ്ങനെ അത്ഭുതപരതന്ത്രനായ രോമാഞ്ചകളേബരനായിട്ടുള്ള ആ അക്രൂരൻ ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. யாரது இல்லை கொஞ்சம் வெயிட் பண்ணுங்க, சாப்பிட்டுட்டு போகலாம். நான் கிளாஸ் எடுத்துட்டு இருக்கேன். அது தெரியாது எனக்கு. தாராளமாக வந்து சாப்பிட்டுட்டு வந்துட்டு காசு வாங்கிட்டு போயிட்டாங்க. உங்களுக்கு திறக்க இருக்கா? சீக்கிரம் போகணுமா? சாப்பிட்டுட்டு போங்க. சரி, உட்காருங்க, அங்கே உட்காருங்க. கிளாஸுனா அதில் இப்போ பார்க்க வேண்டாம். നാരായണ. തമിഴ്നാട്ടിൽ നിന്നുള്ള സന്യാസിമാരാണ് കൂട്ടം കൂട്ടമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ 2 സെറ്റ് വന്നുപോയി. ചിലർക്കൊക്കെ വരുമ്പോഴേക്കും പോകണം. നമുക്ക് 40-ാം അധ്യായം വായിക്കാം. വായിച്ചിട്ട് കഥയിലേക്ക് വരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 40-തമോऽധ്യായഃ. അക്രൂര ഉവാച. നതോസ്മ്യഹം ത്വാഖിലഹേതുഹേതും നാരായണം പൂരുഷമദ്യമവ്യയം യന്നാഭിജാതാദരവിന്ദകോശാത് ബ്രഹ്മാവിരാസീത് യതയേഷ ലോകഃ.
ഭൂസ്തോയമഗ്നിഃ പവനഃ കമാദിഃ മഹാൻ അജാദിഃ മന ഇന്ദ്രിയാണി സർവേന്ദ്രിയാർത്ഥാ വിബുധാശ്ച സർവേ യേ ഹേതവസ്തേ ജഗതോംഗഭൂതാഃ നൈതേ സ്വരൂപം വിദുരാത്മനസ്തേ ഹ്യജാതയോനാത്മതയാ ഗൃഹീതാഃ അജോനുബദ്ധഃ സഗുണൈരജായാഃ ഗുണാത് പരം വേദ ന തേ സ്വരൂപം ത്വാം യോഗിനോ യജന്ത്യദ്ധാ മഹാപുരുഷമീശ്വരം സാധ്യാത്മം സാധിഭൂതം ച സാധിദൈവം ച സാധവഃ. ഏത് ശ്ലോകം വിട്ടുപോയത്? ഏത് ശ്ലോകം വിട്ടുപോയത്? ഇല്ലല്ലോ. ഒന്നും കിട്ടില്ല. ആദ്യത്തെ 4 ശ്ലോകങ്ങൾ വായിച്ചു. തുടർന്ന് വായിക്കാം. ത്രയ്യാ ച വിദ്യയാ കേചിത് ത്വാം വൈ വൈദാനികാ ദ്വിജാഃ യജന്തേ വിതതൈർയജ്ഞൈഃ നാനാരൂപാമരാഖ്യയാ യേകേ ത്വാഖില കർമാണി സന്ന്യസ്യോപശമം ഗതാഃ ജ്ഞാനിനോ ജ്ഞാനയജ്ഞേന യജന്തി ജ്ഞാനവിഗ്രഹം അന്യേ ച സംസ്കൃതാത്മാനോ വിധിനാഭിഹിതേന തേ യജന്തി ത്വന്മയാസ്ത്വാം വൈ ബഹുമൂർത്യേകമൂർത്തികം ത്വാമേവാന്യേ ശിവോക്തേന മാർഗേണ ശിവരൂപിണം ബഹ്വാചാര്യവിഭേദേന ഭഗവൻ സമുപാസത്തെ സർവ ഏവ യജന്തി ത്വാം സർവദേവമഹേശ്വരം യേപ്യന്യദേവതാ ഭക്താ യദ്യപ്യന്യദിയഃ പ്രഭോ യദാദ്രിപ്രഭവാനദ്യഃ പർജന്യാപൂരിതാഃ പ്രഭോ വിശന്തി സർവതഃ സിന്ധും തദ്വത്വാം ഗതയോന്തതഃ സത്വം രജസ്തമ ഇതി ഭവതഃ പ്രകൃതേർഗുണാഃ തേഷു ഹി പ്രാകൃതാഃ പ്രോതാ ആ ബ്രഹ്മസ്ഥാവരാദയഃ തുഭ്യം നമസ്തേസ്ത്വഭിഷക്തദൃഷ്ടയേ സർവാത്മനെ സർവധിയാം ച സാക്ഷിണേ ഗുണപ്രവാഹോയമവിദ്യയാ കൃതഃ പ്രവർത്തതേ ദേവനൃതിര്യഗാത്മസു അഗ്നിർമുഖം തേ അവനിരംഘ്രിരീക്ഷണം സൂര്യോ നഭോ നാവിരഥോ ദിശശ്രുതിഃ ദ്യൗഖം സുരേന്ദ്രാസ്തവ ബാഹവോർണവാഃ കുക്ഷിർമരുത്പ്രാണബലം പ്രകൽപിതം रोमाणि वृक्षौषधयः शिरोरुहा मेघा परस्यास्ति नघानि ते द्वयः निमेषणं रात्र्यहरी प्रजापतिः मेढ्रस्तु वृष्टिस्तव वीर्यमिष्यते त्वया व्ययात्मन् पुरुषे प्रकल्पिता लोका सबाला बहुजीवसङ्कुलाः यथा जले सञ्जिहते जलौघसोऽभि उदुम्बरे वामशगामनोमये यानि यानिह रूपाणि क्रीडनार्थं बिभर्षिः तैरामृष्टशुचो लोका मुदा गायन्ति ते यशः नमः कारणमल्स्याय प्रलयाब्धिचराय च हयशीर्ष्णे नमस्तुभ्यं मधुकैटभमृत्यवे अकूपाराय बृहते नमो मन्दरधारिणे क्षित्युद्धारविहाराय नमः सूकरमूर्तये नमस्ते अद्भुतसिंहाय साधुलोकभयापः वामनाय नमस्तुभ्यं क्रान्तत्रिभुवनाय च
നമോ ഭൃഗൂണാം പതയേ ദൃപ്തക്ഷത്രവനച്ഛിതേ നമസ്തേ രഘുവർയായ രാവണാന്തകരായ ച നമസ്തേ വാസുദേവായ നമഃ സംകർഷണായ ച പ്രദ്യുമ്നായ അനിരുദ്ധായ സത്വതാം പതയേ നമഃ നമോ ബുദ്ധായ ശുദ്ധായ ദൈത്യദാനവമോഹിനി മ്ലേച്ഛപ്രായ ക്ഷത്രഹന്ത്രേ നമസ്തേ കൽക്കിരൂപിണേ ഭഗവൻ ജീവലോകോയം മോഹിതസ്തവ മായയാ അഹം മമേത്യസദ്ഗ്രാഹോ ബ്രാഹ്മ്യത്തെ കർമ്മപത്മസൂ അഹം ചാത്മാത്മജാകാരധാരാർത്ഥസ്വജനാദിഷു ഭ്രമാമി സ്വപ്നകൽപേഷു മൂഢഃ സത്യധിയാ വിഭോ അനിത്യാനാത്മദുഃഖേഷു വിപര്യയമതിർഹ്യഹം ദ്വന്ദ്വാരാമസ്തമോവിഷ്ടോ ന ജാനേ ത്വാത്മനഃ പ്രിയം യദാ ബുധോ ജലം ഹിത്വാ പ്രതിച്ഛന്നം തദുദ്ഭവൈഃ അഭ്യേദി മൃഗതൃഷ്ണാം വൈ തദ്വത്വാഹം പരാങ്മുഖഃ നോത്സഹേഹം കൃപണധീഃ കാമകർമ്മഹതം മനഃ രോദ്ധും പ്രമാദിഭിശ്ചാക്ഷൈഃ ഹ്രിയമാണം ഇതസ്തതഃ സോഹം തവാംഗ്രുപഗതോസ്മ്യസദാം ദുരാപം തച്ചാപ്യഹം ഭവദനുഗ്രഹ ഈശമന്യേ പുംസോ ഭവേത്യർഹി സംസരണാപവർഗഃ ത്വയ്യബ്ജനാഭസദുവാസനയാ മതി സ്യാത് നമോ വിജ്ഞാനമാത്രായ സർവപ്രത്യയഹേതവേ പുരുഷേശ പ്രധാനായ ബ്രഹ്മണേ അനന്തശക്തയേ നമസ്തേ വാസുദേവായ സർവഭൂതക്ഷയായ ച ഹൃഷീകേശ നമസ്തുഭ്യം പ്രപന്നം പാഹി മാം പ്രഭോ നമസ്തേ വാസുദേവായ സർവഭൂതക്ഷയായ ച ഹൃഷീകേശ നമസ്തുഭ്യം പ്രപന്നം പാഹി മാം പ്രഭോ ഹരി ഓം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ അക്രൂരസ്തുതിർനാമ ചത്വാരിംശത്തമോऽധ്യായഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണ വൈകി വന്നവർക്കെല്ലാം നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ഭഗവാൻ ഗോകുലത്തിൽ നിന്ന് പുറപ്പെടുന്നതും ഗോപികമാര് ഭഗവാനെ വഴിയിൽ കാത്തു നിൽക്കുന്നതും ഭഗവാൻ ഗോപികമാരെ ആശ്വസിപ്പിക്കാനായിക്കൊണ്ട് ആയാസ്യേ എന്ന ദൂതന്മാർ വശം സന്ദേശം അയച്ചതും ഗോപികമാര് ഭഗവാന്റെ യാത്ര ആ കൊടിക്കൂറ കാണുന്നത് വരെയും തേരിൻ്റെ പൊടി അടങ്ങുന്നത് വരെയും നിർനിമേഷരായി ചിത്രം വരച്ചതുപോലെ നിശ്ചലരായി നോക്കിക്കണ്ടു. പിന്നീട് അവരുടെ ഗൃഹകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഭഗവാനെ തന്നെ കീർത്തിച്ചുകൊണ്ട്, ഭഗവാനിൽ തന്നെ മനസ്സ് ഉറപ്പിച്ചുകൊണ്ട്, അധികം ദുഃഖമില്ലാതെ, ദുഃഖം വെടിഞ്ഞുകൊണ്ട്, ദുഃഖത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാൻ പോയി വേഗം തിരിച്ചു വരണമെന്നുള്ള പ്രാർത്ഥനയോടെ കഴിച്ചുകൂട്ടി എന്ന് കണ്ട് അതിനുശേഷമാണ് അക്രൂരനും ഭഗവാനും ബലരാമസ്വാമിയും കൂടി യാത്ര തുടർന്നതും കാളിന്തിയുടെ അനന്തഹ്രദം എന്നുള്ള
ഒരു മഹാഹ്രദത്തിൻ്റെ സമീപത്ത് രഥം നിർത്തി ഭഗവാനും ബലരാമസ്വാമിയും കാലും കയ്യൊക്കെ കഴുകി വെള്ളമൊക്കെ കുടിച്ച് രഥത്തിൽ കയറിയിരുന്നു. എന്നാൽ അക്രൂരന് മാദ്യന്തിന സന്ധ്യാവന്ദനം ചെയ്യേണ്ടതുണ്ടായിരുന്നു. അദ്ദേഹം അതിനു വേണ്ടി സ്നാനാദികളൊക്കെ ചെയ്ത് സന്ധ്യാവന്ദനത്തിന് പുറപ്പെടുന്നതായിട്ടുള്ള സമയത്ത്, മുങ്ങിയ സമയത്ത് രാമകൃഷ്ണന്മാരെയും മുങ്ങിയവരായി കണ്ടു. അത്ഭുതപ്പെട്ട് അവർ രഥത്തിലിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് പൊങ്ങി നോക്കിയപ്പോൾ അവർ വീണ്ടും രഥത്തിൽ തന്നെ ഇരിക്കുന്നു, ചിരിച്ചു കളിച്ചുകൊണ്ട്. അപ്പോൾ തനിക്ക് ഭ്രമം തോന്നിയതാണോ എന്ന് വിചാരിച്ച് ഒന്നുകൂടെ മുങ്ങി. അങ്ങനെ മുങ്ങിയപ്പോഴാണ് ആദ്യം ആദിശേഷ ദർശനവും പിന്നീട് ഭഗവത് ദർശനവും ഉണ്ടായത്. അതെല്ലാം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാന ഭാഗം ഭഗവാന്റെ കേശാദിപാദ വർണ്ണന ഭംഗിയായിട്ട് വർണ്ണിച്ചിരുന്നു. അല്ലേ? ആ ദർശനം മാത്രം, ഭഗവാനെ ദർശിച്ചത് മാത്രം ഒന്ന് വായിക്കാം, എല്ലാം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആ ഭാഗം മാത്രം. 44 ശ്ലോകം മുതൽക്ക്. ഭൂയസ്തത്രാഭിസോദ്രാക്ഷീത സ്തൂയമാനമഹീശ്വരം സിദ്ധചാരണഗന്ധർവൈഃ അസുരൈർനതകന്ദരൈഃ സഹസ്രശിരസം ദേവം സഹസ്രഭണമൗലിനം നീലാംബരം വിസശ്വേതം ശൃംഗൈഃ ശ്വേതമിവ സ്ഥിതം. ആ 2 ശ്ലോകങ്ങളെ കൊണ്ട് അനന്തമൂർത്തിയെ വർണ്ണിച്ചു. പിന്നീട് തസ്യോത്സംഗേ ഘനശ്യാമം പീതകൗശേയവാസസം പുരുഷം ചതുർഭുജം ശാന്തം പത്മപത്രാരുണീക്ഷണം ചാരുപ്രസന്നവദനം ചാരുഹാസനിരീക്ഷണം സുബ്രൂന്നസം ചാരുകർണം സുകപോലാരുണാധരം പ്രലംബപീവരഭുജം തുംഗാം സോരസ്ഥലശ്രിയം കമ്പുകണ്ഠം നിമ്നനാഭിം വലിമത്പല്ലവോദരം ബൃഹത്കടിതടശ്രോണികരബോരുദ്വയാന്വിതം ചാരുജാനുയുഗം ചാരുജംഘായുഗളസംയുതം തുംഗഗുൽഭാരുണനഗവ്രാതദീതിദിവിർവൃതം നവാങ്കുല്യങ്കുഷ്ടദളൈർവിലസത്പാദപങ്കജം സുമഹാർഹമണിവ്രാതകിരീടകടകങ്കതൈഃ കടിസൂത്രബ്രഹ്മസൂത്രഹാരനൂപുരകുണ്ടലൈഃ ഭ്രാജമാനം പദ്മകരം ശംഖചക്രഗദാധരം ശ്രീവത്സവക്ഷസം വ്രാജത് കൗസ്തുഭം വനമാലിനം. ഭഗവാന്റെ കേശാദിപാദം വർണ്ണിച്ചു. ആഭരണങ്ങള്, വസ്ത്രങ്ങള്, ഇതിനെല്ലാം വിസ്തരിച്ച് വർണ്ണിച്ചു. അതിനുശേഷം ഭഗവാനെ സേവിക്കുന്ന പാർഷദന്മാരെ കുറിച്ചും പറയുന്നു. സുനന്ദനന്ദ പ്രമുഖൈഃ പാർഷദൈ സനകാദിഭിഃ സുരേശൈർബ്രഹ്മരുദ്രാദ്യൈർനവഭിശ്ചദ്വിജോത്തമൈഃ പ്രഹ്ലാദനാരദ വസുപ്രമുഖൈർഭാഗവതോത്തമൈഃ സ്തൂയമാനം പൃഥഗ്ഭാവൈർവചോഭിരമലാത്മഭിഃ ശ്രിയാ പുഷ്ട്യാ ഗിരാ കാന്ത്യാ കീർത്യാ തുഷ്ട്യേളയോർജയാ വിദ്യയാ വിദ്യയാ ശക്ത്യാ മായയാ ച നിഷേവിതം. അങ്ങനെ ഭഗവാന്റെ 12 ശക്തികളാലും ഭഗവാന്റെ പാർഷദന്മാരാലും പ്രഹ്ലാദൻ, നാരദൻ മുതലായ ഭക്തന്മാരാലും സനകാദികളാലും എല്ലാം സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ഭാവത്തിലാണ് ഭഗവാനെ വർണ്ണിച്ചത്, കണ്ടത്. വിലോക്യ സുഭൃശം പ്രീതോ ഭക്ത്യാ പരമയായുതഃ ഹൃഷ്യത്തനൂരുഹോ ഭാവപരിക്ലിന്നാത്മലോചനഃ ഗിരാഗദ്ഗതയാസ്തൗഷീത് സത്വമാലംബ്യ സത്വതഃ പ്രണമ്യ മൂർധനാവഹിതഃ കൃതാഞ്ജലിപുടശനൈഃ. അങ്ങനെ ഭഗവാനെ കണ്ട് അത്യന്തം പ്രീതിയോടുകൂടെ ഭക്തിയോടുകൂടെ ഹൃഷ്യത്തനൂരുഹ രോമാഞ്ചകളേബരനായിട്ട് ഭാവപരിക്ലിന്ന ആത്മലോചന തൻ്റെ ഭക്തിഭാവം കൊണ്ട് ഹൃദയം ദ്രവിച്ച് ആ ഹൃദയം ദ്രവിച്ചത് കണ്ണുകൂടെ പുറത്തേക്ക് വരുന്നു. കണ്ണിൽ ആനന്ദ അശ്രുക്കളായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആനന്ദം പ്രകടമാകുന്നു. അങ്ങനെ ഗദ്ഗതയാ ഗിര, ഗദ്ഗത കണ്ഠത്തോടുകൂടിയ വാക്കുകളോടുകൂടി
എങ്ങനെയൊക്കെയോ സത്വമാലംബ്യ ധൈര്യം അവലംബിച്ച് ആ സാത്വതനായ അക്രൂരൻ അസ്തൗഷീത് ഭഗവാനെ സ്തുതിച്ചു. പ്രണമ്യ മൂർധന അവഹിത കൃതാഞ്ജലി പുടഃ ശനൈഹി. ഭഗവാനെ ശിരസിൽ കൈകൾ വെച്ച് കൂപ്പിക്കൊണ്ട് ഭഗവാനെ പ്രണമിച്ചുകൊണ്ട് പതുക്കെ ഗദ്ഗതകണ്ഠനായിക്കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു എന്നുള്ളതാണ് അവസാനം പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ അധ്യായത്തിലെ ആ സ്തുതി. അതാണ് 40-ാം അധ്യായം. സ്തുതി മാത്രമായിട്ടൊരധ്യായം അല്ലേ? മറ്റു പല അധ്യായങ്ങളിലും സ്തുതി മാത്രമായിട്ട് ഉണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ കഥയുടെ ബാക്കിയും കൂടി ചേർക്കാറുണ്ട്. നമ്മുടെ പ്രഹ്ലാദ സ്തുതിയാവട്ടെ, അതുപോലെ ഇവിടെ ബ്രഹ്മാവിൻ്റെ സ്തുതി, നമ്മൾ അല്ലേ ബ്രഹ്മമോഹന ലീലയില് ബ്രഹ്മാവിൻ്റെ സ്തുതി വലിയ സ്തുതിയാണ്, പ്രഹ്ലാദന്റെ സ്തുതി വലിയ സ്തുതിയാണ്. അപ്പോൾ അതൊക്കെ സ്തുതി ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ അതിൻ്റെ കഥയുടെ ശേഷം ചേർത്തിരുന്നു. എന്നാൽ ഈ ഒരു അധ്യായം 40-ാം അധ്യായം വെറും സ്തുതി മാത്രമായിട്ടാണ്. അതായത് നാരായണ കവചം ഭഗവാന്റെ ഒരു നല്ലൊരു സ്തുതിയാണ്. പക്ഷെ അതിലും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മാഹാത്മ്യം പറയാൻ വേണ്ടിയിട്ട് അവസാന ഭാഗത്ത് കുറച്ച് സ്തുതി അല്ലാത്ത, അഥവാ ഒരു തരത്തിലുള്ള സ്തുതിയാണ്, പരോക്ഷമായിട്ടുള്ള സ്തുതി മാഹാത്മ്യം പറയാൻ വേണ്ടി ഒരു പഴയ കഥയും കൂടി അതിൽ ചേർത്തു. എന്നാൽ ഇവിടെ പ്യുവറായിട്ടുള്ള സ്തുതി മാത്രമാണ് 30 ശ്ലോകങ്ങളെ കൊണ്ട് ഈ 40-ാം അധ്യായത്തിൽ എന്താ പറയുക, ശ്രീ ശുക ബ്രഹ്മർഷി അല്ലെങ്കിൽ ഭഗവാൻ വേദവ്യാസൻ അക്രൂരന്റെ സ്തുതിയെ നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ഓരോരോ ശ്ലോകങ്ങളായിട്ട് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. 40-തമോऽധ്യായഃ. അക്രൂര ഉവാച നതോസ്മ്യഹം ത്വാഖില ഹേതുഹേതും നാരായണം പൂരുഷമാദ്യമവ്യയം യന്നാഭിജാതാദരവിന്ദകോശാത് ബ്രഹ്മാവിരാസീദ്യത ഏഷ ലോകഃ. അക്രൂര ഉവാച നതോസ്മ്യഹം ത്വാഖില ഹേതുഹേതും നാരായണം പൂരുഷമാദ്യമവ്യയം യന്നാഭിജാതാദരവിന്ദകോശാത് ബ്രഹ്മാവിരാസീദ്യത ഏഷ ലോകഃ. അക്രൂരൻ ആരംഭിക്കുന്നത് തന്നെ ഭഗവാന്റെ ആ ഒരു പരമേശ്വര ഭാവം, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമകാരണമായിട്ടുള്ള ഭാവം, ആ ഭാവത്തെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സ്തുതിക്കുന്നത്. ഭഗവാന് മുകളിൽ ഇനി ആരുമില്ല, എല്ലാവരും ഭഗവാന്റെ വിഭൂതികളായിട്ട്, ഭഗവാന്റെ സേവകന്മാരായിട്ടാണ് ഇനി വർണ്ണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഗംഭീര സ്തുതിയാണ്. ഭഗവാന്റെ ആ ഒരു നിർഗുണവും നിരാകാരവുമായ തത്വം, പരബ്രഹ്മതത്വം പറഞ്ഞുകൊണ്ടും സഗുണസാകാരമായിട്ടുള്ള ഭഗവാന്റെ അവതാരങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടും ഭഗവാന്റെ മൂർത്തിയെ വർണ്ണിച്ചുകൊണ്ടും അതിമനോഹരമായിട്ടുള്ള ഒരു എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന ഒരു സ്തുതിയാണ്. അപ്പൊ നതോസ്മി അഹം ത്വാ അഖില ഹേതുഹേതും. അഹം ത്വാ നതഃ അസ്മി, ഞാൻ അങ്ങയെ നമസ്കരിച്ചവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് തന്നെയാണ് നമസ്കരിച്ചവനാകുന്നു എന്നുള്ള പ്രയോഗം. അപ്പോ അങ്ങ് ആരാണ്? അഖില ഹേതുഹേതും ത്വാ. അഖില ഹേതുഹേതുവാണ്, അഖില ഹേതുക്കൾക്കും ഹേതു. ജഗത്തിന് അനേക ഹേതുക്കളായിട്ട് പലതിനെയും പറയാം. ആ കാരണങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്ന, പരമകാരണമായിരിക്കുന്നവൻ എന്നർത്ഥം. അപ്പോ എന്താ പറയുക, ഭഗവാന് ഈ പ്രപഞ്ചത്തിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നതിനാണ് നമ്മൾ തത്വങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? 24 തത്വങ്ങൾ, പുരുഷനടക്കം 25 തത്വങ്ങൾ. ഈ 25 തത്വങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ച നിർമ്മിതി എന്ന് സാങ്ക്യ ശാസ്ത്രപ്രകാരം പറഞ്ഞിട്ടുണ്ട്.
അപ്പം അത് വേദാന്തം അംഗീകരിച്ചിട്ടുണ്ട്, ഭാഗവതം അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം ആ തലത്തിലാണ് ഇവിടെ ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന ആ 24 തത്വങ്ങൾക്കും കാരണഭൂതനായ നാരായണൻ, പരമാത്മാ, പരബ്രഹ്മം എന്നാണ് ആരംഭിക്കുന്നത് തന്നെ. ഇനി അഖില ഹേതു എന്ന് പറഞ്ഞാൽ ഇനി ഈ ജഗത്തിന് കാരണഭൂതന്മാരായിട്ട് പുരാണങ്ങളിലൊക്കെ ചില കഥകൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ ബ്രഹ്മാവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. അങ്ങനെ ചിലർക്ക് അവരുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നത് അതാണ്. ബ്രഹ്മദേവൻ സൃഷ്ടിക്കുന്നു, രുദ്രൻ സംഹരിക്കുന്നു, വിഷ്ണു പരിപാലിക്കുന്നു, മറ്റ് ദേവന്മാരൊക്കെ അതിന് അനുകൂലമായി വേണ്ടതെല്ലാം ചെയ്യുന്നു. ഇങ്ങനെ കുറേ ആളുകളെ ഇതിന് കാരണമായിട്ട് ഈ പുരാണം മാത്രം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ തോന്നും. അപ്പൊ അങ്ങനെയാണെങ്കിലും ആ ബ്രഹ്മാദികൾക്കും കാരണഭൂതൻ എന്നർത്ഥം. 24 തത്വങ്ങൾക്കും കാരണഭൂതൻ, പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാദികൾക്കും കാരണഭൂതൻ എന്ന് ഈ അഖില ഹേതു എന്നുള്ള പ്രയോഗം കൊണ്ട്. അപ്പോ ഇവിടെ കൃഷ്ണന് അല്ലെങ്കിൽ ഭഗവാന് സംശയമില്ലാത്ത രീതിയിൽ, എന്താ സംശയം? ഭഗവാൻ കൃഷ്ണൻ അക്രൂരന്റെ ജ്യേഷ്ഠന്റെ മകനല്ലേ, അക്രൂരൻ പിതൃവ്യനല്ലേ. ഈ പിതൃവ്യൻ എന്തിനാ തന്റെ മകനെ സ്തുതിക്കുന്നത് എന്നുള്ള ശങ്ക ഭഗവാൻ അവതരിപ്പിക്കാൻ ഇടം കൊടുക്കാതെ അല്ലേ, താൻ നോക്കി സ്തുതിക്കുന്നത് ആ ആദിശേഷമൂർത്തിയിൽ ശയിക്കുന്ന നാരായണനെ തന്നെയാണ്. ഇവിടെ കൃഷ്ണഭാവത്തിലല്ല കാണുന്നത്, ആ വൈകുണ്ഠമൂർത്തിയായിട്ട് തന്നെ കാണുന്നത്. അപ്പൊ അങ്ങനൊരു എന്തായാലും ഒരു സംശയമില്ലാത്ത രീതിയിൽ, ആരും ചോദ്യം ചെയ്യാത്ത രീതിയിലാണ് സ്തുതിക്കുന്നത്. ഞാൻ കാണുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും പരമകാരണത്തെയാണ്. ആ പരമകാരണത്തെ ഞാൻ നമിക്കുന്നു. നതോസ്മ്യഹം അഖില ഹേതും ത്വാ നതോസ്മ്യഹം. അങ്ങ് ആരാണ്? നാരായണം പൂരുഷം ആദ്യം അവ്യയം. ഭഗവാന്റെ എന്താ പറയുക, തത്വങ്ങളെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് നാരായണം. നാരായണനായിരിക്കുന്ന, ഈ നാരങ്ങൾക്ക് മുഴുവൻ അയനമായിരിക്കുന്ന, ഈ ജഗത്തിന് മുഴുവൻ ഗതിയായിരിക്കുന്ന, കാരണഭൂതനായിരിക്കുന്ന, ആശ്രയനായിരിക്കുന്ന എന്നും നാരം വെള്ളം ജലത്തിൽ ശയിക്കുന്നവനായ നാരായണൻ. ഇപ്പൊ ജലശായിയായ നാരായണന് നമസ്കാരം. അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാരണഭൂതനായ ഭഗവാൻ ഈ ജലത്തിൽ, കാരണജലത്തിൽ ശയിക്കുന്നവനായി കാണുന്നു. നാരായണം പൂരുഷം. പുരുഷം പൂർണ്ണത്വാ പുരുഷ, എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നവനാണ്, പുരുഷനാണ്. ആദ്യം, ഈ ജഗത്തിന്റെ ആദ്യമാണ്, കാരണമാണ് എന്നർത്ഥം. എല്ലാറ്റിനും മുമ്പേ ഉണ്ടായിരുന്നവൻ, ഭഗവാന് കാരണം ആരും ഇല്ല. അവ്യയം, നാശമുണ്ടോ? ഉണ്ടായിട്ടുമില്ല, നശിക്കുന്നുമില്ല. എല്ലാറ്റിനും മുമ്പേ ഉണ്ടായിരുന്നു. ആദ്യൻ എന്ന് പറഞ്ഞതുകൊണ്ട്, അവ്യയൻ എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാം നശിച്ചാലും ശേഷിക്കുന്നതും ആണ്. ചതുശ്ലോകി ഭാഗവതത്തിലൂടെ ഭഗവാൻ പറഞ്ഞത് അഹമേവാസമേവാഗ്രേ. പിന്നെ യോപശിഷ്യേത സോസ്മ്യഹം അല്ലെ, എന്ത് അവസാനിക്കുമോ, എല്ലാം നശിച്ചാലും എല്ലാം പ്രളയത്തിൽ പോയാലും ലയിച്ചാലും എന്ത് ശേഷിക്കുമോ അതാകുന്നു ഞാൻ എന്ന് പറഞ്ഞത് അവ്യയം എന്ന ശബ്ദം കൊണ്ടും സൂചിപ്പിച്ചു. ഒരിക്കലും നശിക്കാത്തതും വികാരമില്ലാത്തതുമായിട്ടുള്ള വസ്തു. അപ്പൊ നാരായണം പൂരുഷം ആദ്യം അവ്യയം. എന്നാഭിജാതാത് അരവിന്ദകോശാത് ബ്രഹ്മാ ആവിരാസീത്. ഇനി അഖില ഹേതു എന്ന് പറഞ്ഞതിനെ ഈ ഒരു തലത്തിൽ പറയുകയാണ്. എന്നാഭിജാതാത് അരവിന്ദകോശാത്. ഏതൊരുവന്റെ നാഭിയിൽ നിന്ന് ജാതമായ, ഉൽപ്പന്നമായ അരവിന്ദകോശം, പത്മകോശം, താമരമുട്ട്. ആ താമരമുട്ട് വിരിഞ്ഞ് അതിൽ നിന്നാണ് ബ്രഹ്മാ ആവിരാസീത്, ബ്രഹ്മ ആവിർഭവിച്ചത്. സൃഷ്ടികർത്താവായി അറിയപ്പെടുന്ന ബ്രഹ്മദേവൻ അഥവാ ഹിരണ്യഗർഭൻ ആവിർഭവിച്ചത് ഈ ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഉത്ഭവിച്ച താമരയിലാണ്. അപ്പൊ ബ്രഹ്മദേവനാണല്ലോ ഈ സൃഷ്ടിക്കെല്ലാം കാരണം, ഈ ജഗത്തിനൊക്കെ കാരണമെന്ന് ആരെങ്കിലും വാദിച്ചുകൊണ്ട് വന്നാൽ അങ്ങേർക്ക് കാരണം ആരാ? ബ്രഹ്മദേവന്റെ കാരണഭൂതനാരാ? അദ്ദേഹം എവിടുന്നാ ഉണ്ടായത്? ഏതൊരു ഭഗവാന്റെ നാരായണന്റെ നാഭീകമലത്തിൽ നിന്നാണോ? അപ്പൊ ആരാണ് അഖില ഹേതു?
അഖില ഹേതുവായിട്ട് ബ്രഹ്മദേവനെ പറഞ്ഞോളൂ, പക്ഷേ ഹേതുവായിട്ട് ഞാൻ ഭഗവാനെ കാണുന്നു എന്ന് അഭിജാതാത് അരവിന്ദകോശാത് ബ്രഹ്മ ആവിരാസി യതഃ ഏഷഃ ലോകഃ. ആ ബ്രഹ്മാവിനെ പറയണ യതഃ യാതൊരുവനിൽ നിന്നാണോ ഏഷഃ ലോകഃ ഈ ലോകം ആവിർഭവിച്ചത്. ബ്രഹ്മദേവനിൽ നിന്നാണ് ഈ ലോകമുണ്ടായത്. പക്ഷെ ആ ബ്രഹ്മദേവൻ എവിടുന്നുണ്ടായത്? ഭഗവാന്റെ നാഭീകമലത്തിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാൻ അഖില ഹേതു തന്നെയാണെന്ന് ഒന്ന് ഉറപ്പിച്ചു, ആ തലത്തിൽ ഉറപ്പിച്ചു. പൗരാണികമായ ഭാഷയിൽ ബ്രഹ്മാവാണ് കാരണം എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാവിനും കാരണഭൂതനാണ്. അപ്പോൾ എല്ലാറ്റിനും മുമ്പേ ഉണ്ടായിരുന്നവനാണ്. അതുകൊണ്ട് അക്രൂരനായ ഞാൻ കൃഷ്ണന്റെ പിതൃവ്യനല്ല, കൃഷ്ണന്റെ എന്താ പറയുക പ്രപൗത്ര പരമ്പരയിൽപ്പെട്ടവനാണ്. അല്ലേ? എത്രയോ തലമുറകൾ കഴിഞ്ഞ് ഉണ്ടായിട്ടുള്ള ഒരാൾ മാത്രമാണ്. ഈ കൃഷ്ണനാകട്ടെ ആ നാരായണൻ തന്നെയാണ്, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അപ്പോ അങ്ങനെ കാരണം എന്നുള്ളതിനെ വീണ്ടും വിശദീകരിക്കുകയാണ്. 24 തത്വങ്ങളും അങ്ങയിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുക. ഭൂസ്തോയമഗ്നിഃ പവനഃ ഖമാദിഃ മഹാൻ അജാദിഃ മന ഇന്ദ്രിയാണി സർവേന്ദ്രിയാർത്ഥാ വിബുധാശ്ച സർവേ യേ ഹേതവസ്തേ ജഗതോംഗഭൂതാഃ. ഭൂസ്തോയമഗ്നിഃ പവനഃ ഖമാദിഃ മഹാൻ അജാദിഃ മന ഇന്ദ്രിയാണി സർവേന്ദ്രിയാർത്ഥാ വിബുധാശ്ച സർവേ യേ ഹേതവസ്തേ ജഗതോംഗഭൂതാഃ. ആദ്യം പഞ്ചഭൂതങ്ങൾ മഹാഭൂതങ്ങളെ എടുത്തു പറഞ്ഞു. ഭൂഹു തോയം അഗ്നി പവനഃ കം. 5 ഭൂതങ്ങളാണ് അല്ലെ? ഭൂമി, തോയം എന്നാൽ ജലം, അഗ്നി എന്നാൽ അഗ്നി, പവനൻ എന്നാൽ വായു, ഖം എന്നാൽ ആകാശം. അപ്പൊ അങ്ങനെ പഞ്ചഭൂതങ്ങളെ പറഞ്ഞിട്ട് ആദിഹി എന്ന് പറഞ്ഞു. ആദി എന്ന് പറയുമ്പോഴോ ഈ പഞ്ചഭൂതങ്ങൾ സ്ഥൂലഭൂതങ്ങൾക്ക് കാരണഭൂതനാരാണ്? അഹങ്കാര തത്വം. അപ്പൊ അവിടുത്തെ ആദിശബ്ദം കൊണ്ട് അഹങ്കാര തത്വം എന്നർത്ഥം. ആ അഹങ്കാരത്തിനും കാരണമായിട്ടുള്ളതാണ് എന്ത്? മഹാൻ. മഹാൻ എന്നാൽ മഹത്തത്വം. അതിനും കാരണമാണ് അജാ. അജാ എന്നാൽ മൂലപ്രകൃതി എന്ന മായ. അതാണ് ഖം ആദി മഹാൻ അജാ. അജ എന്നാൽ പ്രകൃതി, മൂലപ്രകൃതിയായ മായ എന്നർത്ഥം. അജാ ആദി, അജ മുതലായിട്ട് മനഃ ഇന്ദ്രിയാണി. മനഃ എന്ന് പറയുമ്പോൾ അന്ധകരണത്തെ മൊത്തത്തിൽ എടുക്കാം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ആ മനഃ. അതുപോലെ ഇന്ദ്രിയാണി 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. സർവ ഇന്ദ്രിയാർത്ഥാഹ എല്ലാ ഇന്ദ്രിയാർത്ഥങ്ങളും എന്ന് പറയുമ്പോൾ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ. ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങൾ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന തന്മാത്രകൾ, അതാണ് ഇന്ദ്രിയാർത്ഥങ്ങൾ. സർവേ വിബുധാശ്ച എന്ന് പറയുമ്പോഴോ എല്ലാ ദേവന്മാരും ഈ അന്ധകരണങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ പ്രവർത്തിപ്പിക്കുന്ന ഇതിനൊക്കെ അധിഷ്ഠാന ദേവതകളുണ്ട് അല്ലേ? ഇതൊക്കെ നമ്മൾ ധാരാളം പഠിച്ചു കഴിഞ്ഞു. തൃതീയ സ്കന്ധത്തിൽ വളരെ വിശദമായി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ അന്ധകരണങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും എല്ലാം അധിഷ്ഠാന ദേവതകളാണ് സർവേ വിബുധാശ്ച. ഇതൊക്കെ ആ 24 തത്വങ്ങളിൽ പെട്ടതാണ്. കാരണം ആ അഹങ്കാര തത്വം 3ആയി വിഭജിച്ച് അതിൽ സ്ഥൂലഭൂതങ്ങളുണ്ടായി. താമസാഹങ്കാരത്തിൽ നിന്ന് അതിൽ നിന്ന് തന്നെയാണ് തന്മാത്രകൾ ഉണ്ടായത്. എന്നാൽ രാജസ അഹങ്കാരത്തിൽ നിന്നാണ് ഇന്ദ്രിയ ശക്തികളും പ്രാണനുമെല്ലാം ഉണ്ടായത്. സാത്വിക അഹങ്കാരത്തിൽ നിന്നാണ് അന്ധകരണങ്ങളും ദേവതകളും ഉണ്ടായത് എന്നൊക്കെ പഠിച്ചിരുന്നു. അപ്പൊ അത് ഇവിടെ ഒന്നുകൂടെ നമുക്ക് ഓർമ്മിക്കാം. അപ്പൊ അക്രൂരൻ ആ 24 തത്വങ്ങൾ അഥവാ പ്രപഞ്ചത്തിന്റെ കാരണമായിട്ടുള്ള വസ്തുക്കൾ, റോ മെറ്റീരിയൽസ് എല്ലാം എന്തെല്ലാം കമ്പൈൻ ചെയ്താണോ കൂട്ടിക്കുഴച്ചാണോ ഈ ലോകമുണ്ടാക്കിയിരിക്കുന്നത് അതെല്ലാം ഏ ഹേതവഃ തേ ജഗതോ അംഗഭൂതാഃ. ഇവിടെ ഏ ജഗതഃ ഹേതവഃ എന്ന അന്വയം. ഏതെല്ലാമാണോ ജഗതഃ ഹേതവഃ ജഗത്തിന് ഹേതുക്കളായിരിക്കുന്നത്, കാരണഭൂതങ്ങളായിരിക്കുന്നത്, തേ അംഗഭൂതാഃ അവയെല്ലാം തേ അംഗഭൂതാഃ
അങ്ങയുടെ അംഗങ്ങളായി ഭവിച്ചവയാകുന്നു, അങ്ങയുടെ അംശങ്ങളായി ഭവിച്ചവയാകുന്നു, അങ്ങയിൽ നിന്നുണ്ടായതായിരുന്നു. അതുകൊണ്ട് അങ്ങയെ അഖില ഹേതു എന്ന് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങ് അഖില ഹേതു തന്നെയാണ്. അങ്ങയിൽ നിന്നാണ് ഈ ജഗത് നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള സകല മെറ്റീരിയൽസും ഉണ്ടായിരിക്കുന്നത്, അഥവാ 24 തത്വങ്ങളും ഉൽപ്പന്നമായത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റും ഇല്ല എന്ന് സ്വയം ന്യായീകരിച്ചു കഴിഞ്ഞു. ഭൂസ്തോയമഗ്നി പവനഃ ഖമാദിഃ മഹാൻ അജാദിഃ മന ഇന്ദ്രിയാണി സർവേന്ദ്രിയാർത്ഥാ വിബുധാശ്ച സർവേ യേ ഹേതവസ്തേ ജഗദോംഗഭൂതാഃ. അങ്ങ് ഇതിനെല്ലാം കാരണഭൂതനായി സ്വയം സ്വതന്ത്രനായിരിക്കുന്നു. അങ്ങയ്ക്ക് കാരണമായിട്ട് ആരും ഇല്ല. അങ്ങ് ചൈതന്യ സ്വരൂപനായിരിക്കുന്നു എന്ന് തുടർന്ന് പറയുകയാണ്. നൈതേ സ്വരൂപം വിദുരാത്മനസ്തേ യജാദയോനാത്മതയാ ഗൃഹീതാഃ അജോനുബദ്ധഃ സഗുണൈരജായാഃ ഗുണാത് പരം വേദ നതേ സ്വരൂപം. നൈതേ സ്വരൂപം വിദുരാത്മനസ്തേ ഹ്യജാതയോനാത്മതയാ ഗൃഹീതാഃ അജോനുബദ്ധഃ സഗുണൈരജായാഃ ഗുണാത് പരം വേദ നതേ സ്വരൂപം. അപ്പോ ഭഗവാന്റെ ആ യഥാർത്ഥ സ്വരൂപം അതാർക്കും അറിയാൻ കഴിയില്ല. ബ്രഹ്മാദികൾക്ക് പോലും സാധ്യമല്ല. അവർ പോലും മോഹിതരാണ്. അപ്പൊ പിന്നെന്തിനാ അങ്ങെന്തിനാ പിന്നെ സ്തുതിക്കുന്നത്? അറിയാത്ത കാര്യത്തെക്കുറിച്ച് എന്തിനാ സ്തുതിക്കുന്നത് എന്നാണെങ്കിൽ ഓരോരുത്തരും അവരവരെ കൊണ്ടാവും പോലെ സ്തുതിക്കേണ്ടതാണ് എന്നുള്ളതും കൂടിയാണ് ഇവിടുത്തെ ആശയം. ആർക്കും അങ്ങയുടെ സ്വരൂപം അറിയില്ല എന്നിട്ട് ആരെങ്കിലും സ്തുതിക്കാതിരിക്കുന്നുണ്ടോ? ബ്രഹ്മദേവൻ സ്തുതിക്കുന്നുണ്ട്, മഹാദേവൻ സ്തുതിക്കുന്നുണ്ട്, വേദങ്ങൾ സ്തുതിക്കുന്നുണ്ട്, ഋഷികൾ സ്തുതിക്കുന്നുണ്ട്, ദേവന്മാർ സ്തുതിക്കുന്നുണ്ട്. അവരൊന്നും അറിഞ്ഞിട്ടല്ല സ്തുതിക്കുന്നത്. അവർക്കൊക്കെ അങ്ങയെക്കുറിച്ച് അല്പജ്ഞാനമേ ഉള്ളൂ. അല്പജ്ഞാനം വെച്ചിട്ടാണ് അവരൊക്കെ സ്തുതിക്കുന്നത്. അതിൽ ദോഷമില്ല എന്ന് പറയാം. ഓരോരുത്തരും യഥാശക്തി അറിയുന്ന പോലെ യഥാമതി ഭഗവാനെ സ്തുതിക്കേണ്ടതാണ്. അങ്ങനെ സ്തുതിക്കുമ്പോഴോ കൂടുതൽ കൂടുതൽ ആ ഭഗവാന്റെ തത്വം അറിവായി വരും, ഉള്ളിൽ തെളിഞ്ഞു വരും. സ്തുതിക്കാതിരുന്നാലോ ഒരിക്കലും വികസിക്കുകയില്ല, ഒരിക്കലും നമ്മൾ വളരുകയില്ല. നമ്മുടെ ഉള്ളിൽ ഈശ്വരനെ കുറിച്ചിട്ടുള്ള അറിവ് വളരാൻ പോകുന്നില്ല. അപ്പൊ ഈശ്വരനെ കുറിച്ചിട്ടുള്ള അറിവ് വളരാനുള്ള വഴിയാണ് ഈശ്വരനെ അറിയും പോലെയൊക്കെ സ്തുതിച്ച് തുടങ്ങുക. കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് അറിവ് നമുക്ക് ഈശ്വരൻ തന്നെ അനുഗ്രഹിച്ചു തരും. നിങ്ങൾ സ്തുതിക്കുന്നതായിട്ടുള്ള ഓരോ വാക്കിൻ്റെയും അതിൻ്റെ ആഴത്തിലുള്ളതായിട്ടുള്ള അർത്ഥങ്ങൾ നമ്മൾക്ക് ഭഗവാൻ തന്നെ തെളിയിച്ചു തരും. അപ്പോൾ ഭഗവാന്റെ മഹിമ, വലിപ്പം, അനന്തമായിട്ടുള്ള ശക്തികൾ, അതിനെക്കുറിച്ചൊക്കെ ഒരു ഏകദേശ ധാരണ ഉണ്ടായി വരും. സ്തുതിക്കാതിരുന്നാൽ ഒട്ടും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് യഥാമതി ഓരോരുത്തരും സ്തുതിക്കേണ്ടതാണ്. ഇവിടെ അനാത്മതയാ ഗൃഹീതാഃ അജാദയഃ ഏതേ ആത്മനഃ തേ സ്വരൂപം ന വിദുഃ. അജാദയഃ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് അല്ല, സോറി, അജാദയഃ എന്നുള്ളത് ഇവിടെ അജാ ആദയഃ. അജ എന്നാൽ പ്രകൃതി, മായ. അപ്പോ അനാത്മതയാ ഗൃഹീതാഃ, ആത്മാവല്ലാതെ ഗ്രഹിക്കപ്പെടുന്നത്, അറിയപ്പെടുന്നത്, ആത്മാവല്ല ഇതെല്ലാം അനാത്മാവാണ് എന്ന് ഗ്രഹിക്കപ്പെടുന്നതായിട്ടുള്ള അജാതയഃ ഏതേ, ഈ പ്രകൃതി മുതലായതെല്ലാം, ഈ പ്രകൃതി തത്വങ്ങൾ 24 തത്വങ്ങളും അനാത്മാവാണ്, ആത്മാവല്ല. ആത്മാ എന്ന് പറയുന്നത് പുരുഷൻ ആണല്ലോ. അപ്പൊ അനാത്മതയാ ഗൃഹീതാഃ അജാതയഃ ഏതേ. അതുപോലെ ആത്മനഃ തേ സ്വരൂപം ന വിദുഃ, ആത്മാവായിരിക്കുന്ന അഥവാ പുരുഷനായിരിക്കുന്ന അങ്ങയുടെ സ്വരൂപം അവരറിയുന്നില്ല. ഇത് സ്വയം ജഡമാണ് 24 തത്വങ്ങളും.
അപ്പൊ അതുകൊണ്ട് തന്നെ അവയ്ക്ക് അങ്ങയെ അറിയാൻ സാധ്യമല്ല. അജായാഹ ഗുണൈഹി അനുബദ്ധ സഹ അജഹ ഗുണാത് പരം തേന വേദ. ഇവിടെയാണ് അജഹ എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ് എന്നർത്ഥം. സഹ അജഹ, ആ ബ്രഹ്മദേവനും അങ്ങയുടെ സ്വരൂപത്തെ ഗുണാത് പരം, ഈ ഗുണമായിരിക്കുന്ന ഗുണാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നിന്ന് അതീതനായിരിക്കുന്ന പരനായിരിക്കുന്ന തേ സ്വരൂപം, അങ്ങയുടെ സ്വരൂപത്തെ നവേദ അറിയുന്നില്ല. എന്തുകൊണ്ട്? അജായാഹ ഗുണൈഹി അനുബദ്ധ, അജയുടെ ഗുണങ്ങളാൽ അനുബദ്ധനായിട്ട് എന്ന് പറഞ്ഞാൽ അജ എന്നാൽ പ്രകൃതി അഥവാ മായ, മായയുടെ ഗുണങ്ങളാൽ മോഹിതനായിട്ട് അനുബദ്ധനായിട്ട് അതിൽ ആസക്തി വന്ന് സംഘം വന്ന്, അല്ലേ? ബ്രഹ്മാവിന്റെ ഗുണം തന്നെ രജോ ഗുണമാണ്. ആ രജോ ഗുണം കൊണ്ട് രജോ രാഗാത്മകം, രജസിന്റെ സ്വരൂപമാണ് എല്ലാറ്റിനോടും രാഗം ഉണ്ടാവുക, മമത ഉണ്ടാവുക. അപ്പൊ അങ്ങനെ മമതയോടുകൂടെ ഇരിക്കുന്നതായിട്ടുള്ള രജോ ഗുണ പ്രധാനിയായിരിക്കുന്ന ബ്രഹ്മദേവന് ഈ ഗുണങ്ങളാൽ മറയ്ക്കപ്പെട്ടതുകൊണ്ട്, ഗുണങ്ങളാകുന്ന തിരശീല കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ആ തിരശീലയ്ക്ക് അപ്പുറത്ത്, തിരശീലയ്ക്ക് അതീതമായിരിക്കുന്ന ആ ഭഗവത് തത്വത്തെ അറിയാൻ കഴിയുന്നില്ല. അപ്പൊ ബ്രഹ്മാവ് പോലും ഈ അങ്ങയുടെ ഗുണങ്ങളാൽ, അങ്ങയുടെ മായയുടെ ഗുണങ്ങളാൽ മോഹിതനാണ്. അദ്ദേഹത്തിന് പോലും അങ്ങയുടെ യഥാർത്ഥ തത്വം അറിയുന്നില്ല. അപ്പൊ പിന്നെ എനിക്കറിയാവോ? എനിക്കും അറിയില്ല. എനിക്ക് മുഴുവനായിട്ട്, അല്ലെങ്കിൽ ഞാൻ അജ്ഞനാണ്. ബ്രഹ്മാവിന്റെ 7 അയലത്ത് വരാനുള്ള യോഗ്യത എനിക്കില്ല. പക്ഷേ അറിയാത്ത ബ്രഹ്മാവ് അദ്ദേഹത്തിന് അറിയും പോലെ അങ്ങയെ സ്തുതിക്കുന്നു. ഒട്ടും അറിവില്ലാത്ത ഈയുള്ളവൻ എനിക്കറിയും പോലെ സ്തുതിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച്, അറിവിനനുസരിച്ച് ഭഗവാനെ സ്തുതിക്കേണ്ടതാണ് എന്ന് താല്പര്യം. അപ്പോ ഭഗവാന്റെ തത്വം ആർക്കും അറിയാൻ സാധ്യമല്ല എന്നുള്ള പരമാർത്ഥത്തെ ഇവിടെ എടുത്തു പറയുകയാണ്. അതുകൊണ്ട് എനിക്കറിയുന്നില്ല എന്നുള്ളതൊരു ദോഷമല്ല. ഞാൻ മാത്രം അറിയാത്ത ഒരാളല്ലല്ലോ, ഇവിടെ അറിയാത്തവരാണല്ലോ എല്ലാവരും. സോ ഞാൻ എന്താ പറയുക, ആ ഭൂരിപക്ഷത്തിന്റെ കൂടെ തന്നെയാണ്, അവരിൽ ഒരാളാണ്. അതുകൊണ്ട് അതൊരു ദോഷമല്ല. വലിയ വലിയ ആൾക്കാർക്ക് പോലും അങ്ങയുടെ തത്വം അറിയുന്നില്ല. നൈതേ സ്വരൂപം വിദുരാത്മനസ്തേ ഹ്യജാതയോ അനാത്മതയാ ഗൃഹീതാഃ അജോ അനുബദ്ധഃ സഗുണൈരജായാഃ ഗുണാത് പരം വേദ നതേ സ്വരൂപം. അപ്പൊ ഈ ഗുണങ്ങൾക്ക് അതീതമായിരിക്കുന്ന അങ്ങയുടെ സ്വരൂപത്തെ ബ്രഹ്മാവ് പോലും അറിയുന്നില്ല എന്നുള്ളതാണ് ഈ മുഖ്യമായിട്ടുള്ള ആശയം. ത്വാം യോഗിനോ യജന്ത്യദ്ധ മഹാപുരുഷമീശ്വരം സാധ്യാത്മം സാധിഭൂതം ച സാധിദൈവം ച സാധവഃ. ത്വാം യോഗിനോ യജന്ത്യദ്ധ മഹാപുരുഷമീശ്വരം സാധ്യാത്മം സാധിഭൂതം ച സാധിദൈവം ച സാധവഃ. അപ്പോ ഭഗവാനെ ആർക്കും അറിയാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ ജീവന്മാര് സംസാരത്തിൽ നിന്ന് മുക്തരാവും? അല്ലെ, ഭഗവാനെ അറിയുന്നതാണല്ലോ ബ്രഹ്മജ്ഞാനം അഥവാ ആത്മജ്ഞാനം. ആത്മജ്ഞാനം കൊണ്ട് മാത്രമല്ലേ മോക്ഷം സാധ്യമാവുള്ളൂ. ആത്മൈക്യബോധേന വിനാ വിമുക്തി ന സിദ്ധ്യതി ജന്മശതാന്തരേവി. ആത്മൈക്യബോധം, ആത്മാവും ബ്രഹ്മവും ഒന്നാണ്. ഈ പ്രപഞ്ച കാരണമായ ബ്രഹ്മവും എന്റെ ആത്മാവും ഒന്നു തന്നെയാണെന്നുള്ള ഐക്യബോധം കൂടാതെ എത്ര ജന്മം കഴിഞ്ഞാലും മോക്ഷം സാധ്യമല്ല. അപ്പൊ പിന്നെ ആർക്കും അറിയാൻ കഴിയില്ലെങ്കിൽ ആർക്കും മോക്ഷമില്ല എന്നാണോ അർത്ഥം? എന്നാണെങ്കിൽ അല്ല, എല്ലാവരും അങ്ങയെ ഭജിക്കുന്നുണ്ട്. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള അറിവിനും അവരവരുടേതായിട്ടുള്ള സംസ്കാരത്തിനും അനുസരിച്ച് അങ്ങനെ അവർ അങ്ങയെ ആദരിച്ച്, അങ്ങയെ ആരാധിച്ച്, ഉപാസിച്ച്, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട്
അങ്ങയുടെ തത്വം ഏകദേശം അവർക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നു. അങ്ങനെ അവര് മുക്തരായി തീരുന്നു. അപ്പോൾ അതിന് അനേക ആളുകളെ എടുത്തെടുത്ത് പറയണം. ഈ 4-ാം ശ്ലോകത്തിൽ യോഗികളും സാധുക്കളും അഥവാ ഭക്തന്മാരും, പിന്നീട് വൈദികന്മാര് കർമ്മങ്ങളിലൂടെയും സന്യാസികൾ ജ്ഞാനമാർഗത്തിലൂടെയും എല്ലാം ഭഗവാനെ ഭജിക്കുന്നതിനെ എടുത്തു പറയണം. വൈഷ്ണവര്, ശൈവര് ഓരോരുത്തരും എങ്ങനെയാണ് ഭഗവാനെ ഭജിക്കുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. ത്വാം യോഗിനോ യജന്ത്യദ്ധാ മഹാപുരുഷമീശ്വരം സാധ്യാത്മം സാധിഭൂതം ച സാധിദൈവം ച സാധവഃ. അപ്പൊ യോഗികൾ എന്നറിയപ്പെടുന്നവർ മഹാപുരുഷം ഈശ്വരം ത്വാം അദ്ധായജന്തി. മഹാപുരുഷനായ ഈശ്വരനായ, മഹാപുരുഷൻ എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന, എല്ലാറ്റിലും വെച്ച് വലിയവനായ പുരുഷൻ, വിരാട് പുരുഷനായ അങ്ങയെ, ഈശ്വരൻ എല്ലാറ്റിന്റെയും നിയന്താവായ അങ്ങയെ ത്വാം അദ്ധായജന്തി, സാക്ഷാത്തായിട്ട്, അദ്ധാ എന്ന് പറഞ്ഞാൽ സാക്ഷാത്തായിട്ട് ആരാധിക്കുന്നു, യജന്തി എന്ന് പറഞ്ഞാൽ പൂജിക്കുന്നു, ആരാധിക്കുന്നു എന്നർത്ഥം. അപ്പൊ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള മഹാപുരുഷനായ, എല്ലാറ്റിന്റെയും നിയന്താവായ ഈശ്വരനായ അങ്ങയെ യോഗികൾ ആരാധിക്കുന്നു, പ്രത്യക്ഷമായി പൂജിക്കുന്നു എന്നർത്ഥം. പിന്നെ ചില സാധുക്കൾ സാധ്യാത്മം സാധിഭൂതം ച സാധിദൈവം ച സാധവഃ. സജ്ജനങ്ങള് അങ്ങയെ സാധ്യാത്മം എന്ന് പറഞ്ഞാലോ എല്ലാവരുടെയും ആത്മാവായി, എല്ലാവരുടെയും ശരീരങ്ങളിൽ കുടികൊള്ളുന്നവൻ, എന്റെയും ആത്മാവായിരിക്കുന്നവൻ. അപ്പൊ അധ്യാത്മഭാവത്തിൽ അങ്ങയെ ആരാധിക്കുന്നു. ആത്മസ്വരൂപനായി, എല്ലാറ്റിനും അധിഷ്ഠാതാവായി, അല്ലെ, അവനവന്റെ ആത്മാവായിട്ട് ആരാധിക്കുന്നവരുണ്ട്. അതാണ് സാധ്യാത്മം. അധ്യാത്മഭാവത്തിലും സാധിഭൂതഞ്ച, സാധിഭൂതം എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്നവനായിട്ട്, സർവവ്യാപിയായി, സർവാത്മാവായി. അപ്പോ അവനവന്റെ ആത്മാവായും സർവാത്മാവായും ഭഗവാനെ ഭജിക്കുന്നുണ്ട്. ഇനി ചിലർ സാധിദൈവം ച, സാധിദൈവം അതിദൈവ ഭാവത്തിൽ അങ്ങയെ ഉപാസിക്കുന്നു. സൂര്യനിലും ചന്ദ്രനിലും അഗ്നിയിലും അല്ലെങ്കിൽ വായുവിലും മിന്നലിലും ഒക്കെ, ആകാശത്തിലും എല്ലാറ്റിലും അത് അതിദൈവങ്ങളാണ്. അതിദൈവിക ശക്തികളായ ഈ ശക്തികളിലെല്ലാം സൂര്യനാരായണനായി, അല്ലേ, അല്ലെങ്കിൽ എന്താ പറയുക, ആകാശ സ്വരൂപനായി, വായുസ്വരൂപനായി, നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി എന്നൊക്കെയുള്ള ഭാവങ്ങളില് അഗ്നിയായും വായുവായും ആകാശമായും ജലതത്വമായും എല്ലാം അതിദൈവമായിട്ടും മിന്നൽ മുതലായതിലും അങ്ങയെ ഉപാസിക്കുന്നു എന്നാണ്. ആദിത്യ മണ്ഡലാദികളിൽ ഉപാസിക്കുന്നതിനാണ് അതിദൈവം ച സാധവഃ. അപ്പോ ഭഗവാനെ ഉപാസിക്കാൻ ഏത് മാർഗം വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലേ. ഇപ്പൊ ക്ഷേത്രാദി ആരാധനകൾ, അതിൽ തന്നെ എന്തെല്ലാം തരത്തിലുള്ള ആരാധനാവിധികളാണ്, ഏതെല്ലാം തരത്തിലുള്ള വിഗ്രഹ ഇതാണ്, അല്ലേ. ശിലകൾ കൊണ്ടുള്ള വിഗ്രഹം, അല്ലെങ്കിൽ മരം കൊണ്ടുള്ള വിഗ്രഹം, മണ്ണ് കൊണ്ടുള്ളതായിട്ടുള്ള വിഗ്രഹം, ലോഹങ്ങൾ കൊണ്ടുള്ളതായിട്ടുള്ള വിഗ്രഹം, അല്ലെങ്കിൽ വെറും ലിംഗാകൃതിയിൽ പൂജിക്കുന്നു, അല്ലെങ്കിൽ വെള്ളത്തിൽ കലശങ്ങളിൽ പൂജിക്കുന്നു. പലതരത്തില് ഈശ്വരനെ ഓരോരുത്തരും ആരാധിക്കുന്നു. എല്ലാം ഭഗവാൻ തന്നെയാണ്. എന്റെ ആത്മാവായും പ്രപഞ്ചത്തിന്റെ മുഴുവൻ സകലരുടെയും ആത്മാവായും അതിദൈവ ശക്തികളെയെല്ലാം പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള, അവരെയെല്ലാം പ്രവർത്തിപ്പിക്കുന്നതായിട്ടുള്ള ശക്തിയായും അങ്ങയെ പലരും പൂജിക്കുന്നു. ഇതിലൊന്നും തെറ്റില്ല എന്നർത്ഥം, അല്ലേ. ഇതെല്ലാം അവസാനം ആരിലാണ് എത്തിച്ചേരുക? എല്ലാം യഥാ മാം പ്രപദ്യന്തേ താൻ തദൈവ ഭജാമ്യഹം മമവത്മാനുവർത്തന്തേ മനുഷ്യാഃ പാർത്ഥ സർവശഃ. ഭഗവാൻ പറഞ്ഞിട്ട് മമവത്മ അനുവർത്തന്തേ മനുഷ്യാഃ സർവശഃ.
അവർ ഏത് പ്രകാരത്തിൽ ഏത് ദേവതാഭാവത്തിൽ ആരാധിച്ചാലും എല്ലാം എന്നെ തന്നെയാണ് വന്നു ചേരുന്നത്. ആകാശാത് പതിതം തോയം യഥാഗച്ഛന്തി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. അല്ലേ, മഴ പെയ്യുമ്പോൾ ആ മഴ പല പർവ്വതങ്ങളിലും ഒക്കെ പതിച്ചത് ഒഴുകി പല പേരിൽ നദികളായി ഒഴുകി അവസാനം എവിടേക്കാ ചെന്ന് ചേർന്ന് സമുദ്രത്തിലേക്കാണ്. അതുപോലെയുള്ളൂ എല്ലാ ദേവതാ ഉപാസനകളും ഭഗവാനിലേക്ക് തന്നെ ചെന്ന് ചേരുകയാണ് എന്നുള്ള ആശയം തുടങ്ങുകയാണ് ഇവിടെ. അത് വിസ്തരിച്ച് കാണുകയാണ്. ത്രയ്യാ ച വിദ്യയാ കേചിത് ത്വാം വൈ വൈതാനികാ ദ്വിജാഃ യജന്തേ വിതതൈർയജ്ഞൈഃ നാനാരൂപാമരാഖ്യയാ. ത്രയ്യാ ച വിദ്യയാ കേചിത് ത്വാം വൈ വൈതാനികാ ദ്വിജാഃ യജന്തേ വിതതൈർയജ്ഞൈഃ നാനാരൂപാമരാഖ്യയാ. ഇവിടെ വൈതാനികാ ദ്വിജാഃ, വൈതാനികന്മാരായ കേചിത് ദ്വിജാഹ, ചില ബ്രാഹ്മണര്. വൈതാനികന്മാരെന്ന് പറഞ്ഞാൽ വിതാനങ്ങളോടുകൂടി കർമ്മം ചെയ്യുന്നവർ. വിതാനം എന്ന് പറഞ്ഞാൽ ഒരു യാഗശാല, അതിൽ എന്തെല്ലാം വ്യവസ്ഥകൾ വേണം, എത്രയെത്ര ഇഷ്ടികകൾ കൊണ്ട് എന്തെല്ലാം യാഗകുണ്ടങ്ങൾ ഹോമകുണ്ടങ്ങൾ പണിയണം, അല്ലേ, അതിൽ ഏതേത് സ്ഥാനത്ത് ഏതേത് ദേവതകളെ സങ്കല്പിക്കണം, ഏതേത് മന്ത്രങ്ങളെ കൊണ്ട് ഏതേത് ഹവിസ്സുകൾ സമർപ്പിക്കണം, എത്ര പുരോഹിതന്മാർ വേണം, ഓരോരുത്തരും എവിടെ ഇരുന്നു കൊണ്ട് ഏതേത് മന്ത്രങ്ങൾ ചൊല്ലണം, ഇതൊക്കെയാണ് വിതാനം എന്ന് പറയുന്നത്. ഈ ഒരു വിവിധമായ വ്യവസ്ഥയ്ക്കാണ് വിസ്തരിച്ചിരിക്കുന്നതിനാണ് വിതാനം എന്ന് പറയുന്നത്. വിതാനം എന്ന് പറഞ്ഞാൽ വിശേഷേണ തനുതേ, നന്നായി വിസ്തരിക്കുന്നത്. അപ്പൊ അത് ചെയ്യുന്നവർ വൈതാനികാഹ. വിസ്തരിച്ച് യാഗകർമ്മങ്ങളിലൂടെ വൈദിക കർമ്മങ്ങളിലൂടെ ഈശ്വരനെ ആരാധിക്കുന്ന ആ സംസ്കാരമുള്ള ഇതിനെക്കുറിച്ച് വേദങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവരായതുകൊണ്ടാണ് അവരെ ദ്വിജാഹ എന്ന് പറയുന്നത്. അവരതിലേക്ക് കമ്മിറ്റഡാണ്. അപ്പോ വൈതാനികാ ദ്വിജാഹ കേചിത് ദ്വിജാഹ വിതതൈഹി യജ്ഞൈഹി, വിതതങ്ങളായ യജ്ഞങ്ങളെ കൊണ്ട്, വിതതങ്ങൾ വിശേഷേണ തതം, നല്ലതുപോലെ വിസ്തരിച്ചത് എന്നർത്ഥം. തനു വിസ്താരേ, തനുധാതുവിന്റെ അർത്ഥം വിസ്താരേ. അത് തതം എന്ന് പറഞ്ഞാൽ വിസ്തരിക്കപ്പെട്ടത്. വിതതം വിശേഷേണ വിസ്തരിക്കപ്പെട്ടത്. അപ്പൊ നന്നായി വിസ്തരിക്കപ്പെട്ടതായിട്ടുള്ള യജ്ഞങ്ങളെ കൊണ്ട് അഥവാ യാഗങ്ങളെ കൊണ്ട് നാനാരൂപ അമരാഖ്യയാ ത്വാം വൈ ത്രയ്യാ വിദ്യയാ യജന്തേ. നാനാരൂപ അമരാഖ്യയ, വിവിധ രൂപങ്ങളോടുകൂടിയതായിട്ടുള്ള ദേവന്മാരുടെ നാമങ്ങളോടുകൂടി, നാനാരൂപങ്ങളായ ദേവന്മാരുടെ ആഖ്യാനാമം. അപ്പോ ബ്രഹ്മാവിന് അല്ലെങ്കിൽ രുദ്രന് അല്ലെങ്കിൽ ഇന്ദ്രന്, വസുക്കൾക്ക്, മരുത്തുക്കൾക്ക്, അശ്വിനി ദേവന്മാർക്ക്, അഗ്നിക്ക്, വായുവിന്, വരുണന്, യമന് എന്നൊക്കെ പറഞ്ഞ് സ്ഥാനം സങ്കല്പിച്ച് അവർക്കൊക്കെ അവരുടെ പേര് വിളിച്ച് ആഹ്വാനം ചെയ്ത് ആഹൂതി ചെയ്യുന്നു. അപ്പൊ ഏതേത് ദേവന്മാർക്ക് ആഹൂതി ചെയ്താലും, അതാണ് നാനാരൂപ അമരാഖ്യയാ ത്വാം വൈ, ത്വാം വൈ അങ്ങയെ തന്നെയാണ് ത്രയ്യ വിദ്യയായ ജന്തേ. ത്രയീ വിദ്യ എന്ന് പറഞ്ഞാല് വേദവിദ്യ, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സമ്പ്രദായ പ്രകാരം യജന്തേ യാഗം ചെയ്യുന്നു, യജ്ഞം ചെയ്യുന്നു. കർമ്മകാണ്ഡങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പല ദേവതാ യജ്ഞങ്ങളിലൂടെ ആ ബ്രാഹ്മണരെല്ലാവരും ആരെയാണ് ഉപാസിക്കുന്നത്? പരമാത്മാവായ പരമേശ്വരനായ പരബ്രഹ്മമായ അങ്ങയെ തന്നെയാണ്. ഈ പൂജകളൊക്കെ അവസാനം അങ്ങയിലേക്ക് തന്നെയാണ് വന്നു ചേരുക. വ്യത്യസ്ത നാമങ്ങളിൽ വ്യത്യസ്ത ദേവന്മാരെ ആവഹിച്ച് ഹോമങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം അവസാനം ഭഗവാനിൽ തന്നെയാണ് എത്തിച്ചേരുക എന്നർത്ഥം. നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിൽ ടാക്സ് അടച്ചാലും അതൊക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആ ഒരു മുതൽ തന്നെയാണ്. അക്കൗണ്ട് ഹെഡുകളൊക്കെ വേറെ വേറെ ആയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അവസാനം അതെല്ലാം ഇന്ത്യ രാജ്യത്തിന്റെ അക്കൗണ്ട് തന്നെയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വിവിധങ്ങളായി വിസ്തരിക്കപ്പെട്ടിട്ടുള്ള അക്കൗണ്ടുകളാണ്. അതെല്ലാം രാജ്യത്തിന്റെ പുരോഗതിക്കായിക്കൊണ്ട് ഉപയോഗിക്കപ്പെടുന്നു. അപ്പൊ ത്രയ്യാ ച വിദ്യയാ കേചിത് ത്വാം വൈ വൈതാനികാ ദ്വിജാഃ യജന്തേ വിതതൈർയജ്ഞൈഃ നാനാരൂപാമരാഖ്യയാ.
ഏകേ ത്വാഖില കർമാണി സന്യസ്യോപശമം ഗതാഃ ജ്ഞാനിനോ ജ്ഞാനയജ്ഞേന യജന്തി ജ്ഞാനവിഗ്രഹം. ഏകേ ത്വാഖില കർമാണി സന്യസ്യോപശമം ഗതാഃ ജ്ഞാനിനോ ജ്ഞാനയജ്ഞേന യജന്തി ജ്ഞാനവിഗ്രഹം. അപ്പോ 5ാമത്തെ ശ്ലോകത്തിൽ കർമ്മകാണ്ഡം അഥവാ പ്രവൃത്തി ധർമ്മങ്ങളെ, പ്രവൃത്തി മാർഗങ്ങളെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ ഇവിടെ സന്യാസികൾ നിവൃത്തി മാർഗത്തിലൂടെ അങ്ങയെ ജ്ഞാനയജ്ഞത്തിലൂടെ ആരാധിക്കുന്നു എന്നാണ്. ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്ന ലോകേസ്മിൻ ദ്വിവിധാനിഷ്ഠ പുരാ പ്രോക്ത മയാനക ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. അപ്പൊ മുമ്പ് പറഞ്ഞത് കർമ്മയോഗികളുടെ ഇതാണെങ്കിൽ ഇപ്പൊ പറയുന്നത് ജ്ഞാനയോഗികളായ സന്യാസികൾ. ഏകേ ത്വാ അഖില കർമാണി സന്യസ്യ ഉപശമം ഗതാഃ. ഏകേ ജ്ഞാനിനഃ എന്നർത്ഥം. ഏകേ സാഖ്യാഃ ഏകേ സന്യാസിനഃ എന്നർത്ഥം. അപ്പൊ മുഖ്യന്മാരായ ചില സന്യാസികള്, ജ്ഞാനികള് അഖില കർമാണി സന്യസ്യ എല്ലാ കർമ്മങ്ങളെയും സന്യസിച്ചുപേക്ഷിച്ച് ജ്ഞാനവിഗ്രഹം ത്വാ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന, ചൈതന്യസ്വരൂപനായിരിക്കുന്ന, ആത്മസ്വരൂപനായിരിക്കുന്ന ത്വ അങ്ങയെ ജ്ഞാനയജ്ഞേന യജന്തി ജ്ഞാനയജ്ഞം കൊണ്ട് യജിക്കുന്നു, ആരാധിക്കുന്നു. അപ്പോ ജ്ഞാനയജ്ഞങ്ങൾ ആ സന്യാസികൾ അവരുടെ ആ ഒരു ഭഗവത് തത്വത്തെ അവർക്കുള്ളിൽ നിഷ്ഠ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗമാണ് ജ്ഞാനയജ്ഞം. അവിടെ ദ്രവ്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല, വേറെ ഒരു ചെലവും ഇല്ല. അപ്പോൾ ജ്ഞാനയജ്ഞങ്ങളാണ് സന്യാസിമാർ ഭഗവാനെ ആരാധിക്കാൻ ഉപയോഗിക്കുന്നത്. വീണ്ടും അന്യേ ച സംസ്കൃതാത്മാനഃ വിദ്ധിനാഭിഹിതേന തേ യജന്തി ത്വന്മയാസ്ത്വാം വൈ ബഹുമൂർത്തേകമൂർത്തികം. അന്യേ ച സംസ്കൃതാത്മാനോ വിധിനാഭിഹിതേന തേ യജന്തി ത്വന്മയാസ്ത്വാം വൈ ബഹുമൂർത്തേകമൂർത്തികം. ഭഗവാന്റെ വിവിധ മൂർത്തീഭാവങ്ങളെ ഏകമൂർത്തി, ബഹുമൂർത്തി ആയിട്ടൊക്കെ ഭഗവാനെ ഉപാസിക്കുന്നതിനെ പറയണം. അപ്പോൾ ഏതൊക്കെ ഭാവങ്ങളായിട്ടാണ്? ഏകനായ ഭഗവാനെ തന്നെ ബഹുമൂർത്തികളായിട്ട് വാസുദേവൻ, സംകർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ മുതലായിട്ടുള്ള ഭാവങ്ങളിലും, അല്ലെങ്കിൽ ഭഗവാന്റെ മറ്റ് അവതാരമൂർത്തികളായിട്ടും ഒക്കെ എടുക്കാം. അപ്പൊ അതാണ് തേ അഭിഹിതേന വിധിന സംസ്കൃതാത്മാനഃ അന്യേച ത്വന്മയാ ബഹുമൂർത്തേകമൂർത്തികം ത്വാം വൈ യജന്തി. അങ്ങയുടെ അഭിഹിതേന വിധിന, അഭിഹിതം എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടിരിക്കുന്നത്, ശാസ്ത്രങ്ങളിൽ വിധിക്കപ്പെട്ടിരിക്കുന്നത്. വൈഷ്ണവ സമ്പ്രദായത്തിൽ എന്താണ് പഞ്ചരാത്രം, നാരദ പഞ്ചരാത്രം മുതലായ സമ്പ്രദായങ്ങളിലൂടെയൊക്കെ വിധിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള വിധി കൊണ്ട് സംസ്കൃതാത്മാനഃ ആത്മാവിനെ സംസ്കരിച്ചവർ അഥവാ പരിശുദ്ധ ഹൃദയത്തോടു കൂടിയവർ, അന്ധക്കരണ ശുദ്ധിയുള്ളവരായിട്ടുള്ള ആളുകൾ, അന്യേച്ച അതുപോലെ അന്യന്മാരും, ത്വന്മയാഹ അങ്ങയെ തന്നെ ചിന്തിക്കുന്നവരായിട്ട് എന്നർത്ഥം. ത്വന്മയ അങ്ങയെ തന്നെ ഹൃദയത്തിൽ പ്രാചുര്യത്തോടെ ഭജിക്കുന്നവരായിട്ട്, ബഹുമൂർത്തി ഏകമൂർത്തികം ത്വാം വൈ ബഹുമൂർത്തിയായും ഏകമൂർത്തിയായും ഇരിക്കുന്ന അങ്ങയെ തന്നെ യജന്തി അങ്ങയെ പൂജിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങ് സർവേശ്വരനാണെന്നുള്ള ഏകമൂർത്തി ഭാവത്തിലും അങ്ങ് തന്നെ വിവിധ സംഘർഷണം, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ മുതലായ രൂപങ്ങളെ ധരിച്ചിരിക്കുന്നവനായും ആരാധിക്കുന്നു വൈഷ്ണവന്മാര്. ഇവിടെ വൈഷ്ണവന്മാരെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ശ്ലോകമാണ് 7ാമത്തെ ശ്ലോകം. തുടർന്ന് 8ാമത്തെ ശ്ലോകത്തിൽ ശൈവന്മാരങ്ങയെ പൂജിക്കുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുകയാണ്. ത്വാമേവാന്യേ ശിവോക്തേന മാർഗേണ ശിവരൂപിണം ബഹ്വാചാര്യ വിഭേദേന ഭഗവൻ സമുപാസത്തെ. ത്വാമേവാന്യേ ശിവോക്തേന മാർഗേണ ശിവരൂപിണം ബഹ്വാചാര്യ വിഭേദേന ഭഗവൻ സമുപാസത്തെ. ഏ ഭഗവൻ,
അല്ലയോ സർവൈശ്വര്യ പരിപൂർണനായിട്ടുള്ള ഭഗവാനെ, അന്യേ വേറെ ചിലര് കംസനെ പോലെയുള്ള ആളുകളും ഒക്കെ ശിവരാത്രിയായിട്ട് ധനുർയാഗത്തിലൂടെ മഹാദേവനെ ഉപാസിക്കുന്നു അല്ലേ? അപ്പോൾ അതിനെ ഓർത്തുകൊണ്ടായിരിക്കണം. അതുപോലെ ഉള്ള ശിവഭക്തന്മാരെ ഓർത്തുകൊണ്ട് അന്യേ ബഹു ആചാര്യ വിഭേദേന, ആചാര്യന്മാർ അനേകം ഉണ്ട്, അവരുടെയൊക്കെ കൽപ്പനകൾ വേറെ വേറെയുണ്ട്. ഏതോ കാലത്ത് തൊട്ടേ ഉണ്ടത്. ഭഗവാനെ വിവിധ ഭാവങ്ങളിൽ ആരാധിക്കുന്ന സമ്പ്രദായങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്. അതാണ് ഈ സനാതനധർമ്മത്തിന്റെ ഒരു സൗന്ദര്യം. എല്ലാവരും യൂണിഫോമായിട്ട് ഒരേപോലെ ഈശ്വരാരാധന ചെയ്യണം എന്നല്ല. ഓരോരുത്തരുടെയും സംസ്കാരം അനുസരിച്ച് അവരവരുടെ ശക്തിക്കനുസരിച്ച് ഈശ്വരന്റെ ഏത് രൂപത്തെ അവർക്ക് ഇഷ്ടമായി തോന്നുന്നുവോ ആ ഭാവത്തിൽ അവർക്ക് തൃപ്തികരമായ ദ്രവ്യങ്ങളെ കൊണ്ട് ഈശ്വരന് ആരാധന ചെയ്യാമെന്നുള്ളത് അതാത് കാലത്ത് അനേക ആചാര്യന്മാർ വിവിധങ്ങളായ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാറ്റിനെയും കൂടി ഒന്നിച്ച് കൂട്ടിക്കെട്ടി യൂണിഫോം ആക്കണം എന്ന് ചിന്തിക്കാനേ പാടില്ല. ഹിന്ദുധർമ്മത്തില് ഒരു ഐകരൂപ്യം കൊണ്ടുവരണം എന്ന് അറിവില്ലാത്തവരാണ് പറയുന്നത്. ഒരു യൂണിഫോം ആരാധനാ സമ്പ്രദായങ്ങൾ അതൊന്നും ഹിന്ദുധർമ്മത്തിൽ സാധ്യമല്ല, മാത്രമല്ല പാടില്ല. അങ്ങനെ ഇത്രയും വൈവിധ്യങ്ങളുള്ളതായിട്ടുള്ള ഇതിനെയൊക്കെ കൂടി ഒത്തുകൂടുമ്പോൾ ഒരു യൂണിഫോം ഇതാക്കി മാറ്റുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയില്ല, എല്ലാവർക്കും വേദനകൾ ഉണ്ടാവും, ഒരുപാട് എന്താ പറയുക സംഘർഷമുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ആ സ്വാതന്ത്ര്യമുണ്ട്. അവരവരുടെ പൂർവീകന്മാർ കാണിച്ചു കൊടുത്ത അതേ മാർഗത്തിൽ ഈശ്വരാരാധന ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് ഈ സനാതനധർമ്മത്തിൽ. അത് സാത്വികം രാജസം താമസം എന്നോ അല്ലെങ്കിൽ ഉത്തമം മധ്യമം എന്നൊക്കെ നമ്മൾ കൽപ്പിക്കുന്നതാണ്. സാത്വികം രാജസം താമസം എന്ന് പറയാം, എന്നാൽ ഉത്തമം മധ്യമം അധമം എന്നൊന്നും പറയാൻ പാടില്ല. എല്ലാം ഉത്തമമാണ്. ഈശ്വര ആരാധന എന്ന് പറഞ്ഞാൽ എല്ലാം ഉത്തമമാണ്. അത് ഓരോരുത്തരുടെയും സംസ്കാരത്തിനനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ശിവനെ അല്ലേ ഉപാസിക്കുന്ന സമ്പ്രദായത്തിൽ ശൈവമതം, പാശുപതമതം, കാപാലിക മതം, അഘോരമതം എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ളതായിട്ടുള്ള സമ്പ്രദായങ്ങളുണ്ട്. അതാണ് ഇവിടെ ബഹു ആചാര്യ വിഭേദേന, പല ആചാര്യന്മാരുടെ ഭേദഭാവങ്ങൾ കൊണ്ട് ശിവോക്തേന മാർഗേണ, ശിവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മാർഗം കൊണ്ട് ശിവരൂപിണം ത്വാമേവ സമുപാസത്തെ, ശിവരൂപിയായിരിക്കുന്ന അങ്ങയെ തന്നെയാണ് പൂജിക്കുന്നത്, ആരാധിക്കുന്നത്. അപ്പൊ ശിവനായി ആരാധിക്കപ്പെടുന്നതും വിവിധ ഭാവങ്ങളിൽ, ഏതേത് ഭാവങ്ങളിലാണോ അതൊക്കെ അങ്ങേക്കുള്ള ആരാധന തന്നെയാണ്. പരമാത്മാവ് അങ്ങ് തന്നെയാണ്, പരമകാരണഭൂതൻ അങ്ങ് തന്നെയാണ്. ആ അങ്ങയെ തന്നെ വിവിധ ദേവതാഭാവങ്ങളിൽ പൂജിക്കുന്നു. അതിൽ അങ്ങേക്ക് യാതൊരു വിഷമവുമില്ല. എന്താ എന്നെ ഇങ്ങനെ പൂജിക്കണമെന്ന് ഭഗവാൻ ചോദിച്ചിട്ടില്ല. നാട്ടുകാർക്കാണ് പ്രശ്നം മുഴുവൻ. ഇങ്ങനെയല്ല പൂജിക്കേണ്ടത്, അങ്ങനെയാണ് പൂജിക്കേണ്ടത് എന്നൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത് അല്പജ്ഞന്മാരാണ് എന്നറിയാം. ഏറ്റവും പ്രധാനം ഈ പൂജയ്ക്ക് അവനവന്റെ മനസ്സ് പരിപൂർണമായി ഭക്തിപൂർവം ഭഗവാനിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. ബാക്കി അവനവന് ഏത് സംസ്കാരമാണോ ഏത് മാർഗമാണോ അവനവൻ സ്വീകരിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് പൂജിക്കാം. ത്വാമേവാന്യേ ശിവോക്തേന മാർഗേണ ശിവരൂപിണം ബഹു ആചാര്യ വിഭേദേന ഭഗവൻ സമുപാസത്തെ സർവയേവ യജന്തി ത്വാം സർവദേവമയേശ്വരം യേപ്യന്യദേവതാ ഭക്താ യദ്യപ്യന്യധിയഃ പ്രഭോ. സർവയേവ യജന്തി ത്വാം സർവദേവമയേശ്വരഃ മയേശ്വരം യേപ്യന്യദേവതാ ഭക്താ യദ്യപ്യന്യധിയഃ പ്രഭോ. അപ്പോ അന്യദേവതാ ഭക്താ യേ അഭി, ഏത് ദേവതാ ഭക്തന്മാരായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഏത് ദേവതകളെ ഉപാസിക്കുന്നവരായിക്കോട്ടെ,
അതാണ് അന്യദേവതാ ഭക്ത ഏ അഭി പ്രഭോ, അല്ലയോ പ്രഭു ആയ ഭഗവാനെ, സർവദേവമയ അന്യദിയ യതി അഭി. സർവദേവമയ എന്നുള്ള ഇവിടെ സംബോധനയാണ്. അല്ലയോ സർവദേവമയ, എല്ലാ ദേവന്മാരും അങ്ങയിൽ ഉൾപ്പെടുന്നു. അങ്ങ് സർവദേവതാ സ്വരൂപനാണ്. അപ്പൊ എല്ലാം ആർക്ക് കൊടുത്താലും അത് അങ്ങേക്ക് തന്നെ വന്നു ചേരുക അല്ലേ? ഒരു വീട്ടിൽ 10 പേര് സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ആ വീട്ടിലേക്ക് തന്നെയാണ്, അതിലെ കാരണവരുടെ കയ്യിലേക്ക് തന്നെയാണ് അവർ കൊണ്ടുവന്നിട്ട് ആ സമ്പാദ്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് പണ്ട്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഭാര്യ ഭർത്താവിനും കൊടുക്കില്ല, ഭർത്താവ് ഭാര്യയ്ക്കും കൊടുക്കില്ല. കാരണവന്മാരുടെ കാര്യം പറയാനുമില്ല. പണ്ടങ്ങനെ ഇരുന്നില്ല. ഒരു കുടുംബത്തിൽ നാഥൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലാണ് എത്ര മക്കളോ മരുമക്കളോ ഉണ്ടെങ്കിലും എന്ത് സമ്പാദിച്ചാലും അവിടെ കൊടുക്കും. ചെലവിന് വേണ്ടത് അവിടുന്ന് അവർ കൊടുക്കും. അപ്പൊ അതുപോലെ ഇവിടെ ഏത് ദേവതയുടെ പേരിലാണെങ്കിലും ഏത് ദേവതയെ പൂജിച്ചാലും ആരാധിച്ചാലും സർവദേവതാമയനായ ഭഗവാനിലേക്ക് തന്നെയാണ് അത് ചെന്നു ചേരുന്നത് എന്നർത്ഥം. അന്യദേവതാ ഭക്ത ഏ അഭി പ്രഭോ സർവദേവമയ, അല്ലയോ പ്രഭോ, അല്ലയോ സർവദേവമയ, അന്യദിയ യതി അഭി, അന്യദേവതാ ബുദ്ധിയുള്ളവരാണ്, മറ്റു ദേവന്മാരെയാണ് അവർ ബുദ്ധിയിൽ ധരിച്ചിരിക്കുന്നത്. എങ്കിലും സർവേ ഈശ്വരം ത്വാമേവ യജന്തി, അവരൊക്കെ അറിഞ്ഞോ അറിയാതെയോ സർവേ ത്വാമേവ, അങ്ങയെ തന്നെ, ഈശ്വരനായ അങ്ങയെ തന്നെയാണ് യജന്തി, യജിക്കുന്നത്. അതിനെയാണ് ഭഗവാൻ പറഞ്ഞത് മമവത്മാനുവർത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശഃ. അവര് ഏത് അന്യദേവതകളെ ഭജിച്ചാലും അവരിലൂടെ ആ ഫലങ്ങൾ കൊടുക്കുന്നതും ഞാനാണ്. അവർ ചെയ്യുന്നതെല്ലാം എന്നിലേക്ക് തന്നെ വന്നു ചേരുന്നു. ഇത് ഗീതയിൽ വ്യക്തമാക്കി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ അക്രൂരൻ ഭഗവാനെ നോക്കി സ്തുതിക്കുന്നത്. യഥാദ്രിപ്രഭവാനദ്യഃ പർജന്യാപൂരിതാഃ പ്രഭോ വിശന്തി സർവദഃ സിന്ധും തദ്വത്വാം ഗതയോന്തതഃ. യഥാദ്രിപ്രഭവാനദ്യഃ പർജന്യാപൂരിതാഃ പ്രഭോ വിശന്തി സർവദഃ സിന്ധും തദ്വത്വാം ഗതയോന്തതഃ. യഥാ അദ്രിപ്രഭവാനദ്യഃ, യഥാ എപ്രകാരമാണോ അദ്രികളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് അദ്രിപ്രഭവങ്ങൾ, അദ്രികൾ പർവ്വതങ്ങൾ. ഇപ്പൊ പല പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവം ഉണ്ടാകുന്ന നദികൾ അവരെല്ലാം പർജന്യാപൂരിതാഹ, പർജന്യം മഴ, മേഘം. അപ്പൊ മഴക്കാലത്ത് എല്ലാം നിറയും. പർജന്യാപൂരിതങ്ങളായിരിക്കുന്ന നദികളെല്ലാം ഹേ പ്രഭോ സർവതഃ സിന്ധും വിശന്തി, എല്ലാ ഭാഗത്തു നിന്നും ഒഴുകിച്ചേരുന്നത് സമുദ്രത്തിലേക്കാണ്. സമുദ്രം ഒരേ സമുദ്രമാണ്. നമ്മൾ അതിർത്തികൾ കൽപ്പിച്ച് ആ സമുദ്രത്തിനെ വിഭജിച്ച് പല പേരുകൾ ഇട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ അല്ലേ? നമ്മുടെ സൗകര്യത്തിനൊരു ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോ ഏത് ലൊക്കേഷനിലാണ് ഒരാൾ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ദേശങ്ങളെ വിഭജിച്ചതും അല്ലെ, സമുദ്രാദികളെയൊക്കെ വിഭജിച്ചതും. ആകാശത്തെ പോലും വിഭജിച്ചിട്ടുണ്ട് നമ്മൾ. വ്യോമാതിർത്തി എന്ന് പറഞ്ഞിട്ട് അതിർത്തി കൽപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയിലേക്ക് ഇന്ത്യൻ വിമാനങ്ങൾ പറന്നാൽ വെടിവെച്ചിടും അവര്. ചൈനയുടെ അതിർത്തിയിലേക്ക് വേറെ ആരുടെയെങ്കിലും വിമാനങ്ങൾ പറന്നു വന്നാൽ അവര് വെടിവെച്ചിടും. ഇന്ത്യയുടെ അതിർത്തിയിലേക്കും അതുപോലെ അനുമതിയോടുകൂടി വേണം യാത്രാ വിമാനങ്ങൾ വരാൻ. യുദ്ധവിമാനങ്ങൾ വരാൻ പാടുള്ളതല്ല. അപ്പോ വ്യോമാതിർത്തി അല്ലേ, അതൊക്കെ കൃത്യമായിട്ട് നിർണയിച്ചിട്ടുണ്ട്. അതിൽ അപ്പുറം ഒത്തിരി കടന്നുപോയാൽ പ്രശ്നമാണ്. അപ്പൊ ഇല്ലാത്ത അതിർത്തികൾ കൽപ്പിക്കാൻ മിടുമിടുക്കന്മാരാണ് നമ്മൾ. അതുപോലെ സമുദ്രത്തിലും അതിർത്തികൾ കൽപ്പിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഏക സമുദ്രമാണ്. പല ഭാഗത്തുനിന്നും അതില് അല്ലേ നദികൾ വന്നു ചേരുന്നു. ആഫ്രിക്കയിൽ നിന്നും, സൗത്ത് അമേരിക്കയിൽ നിന്നും, നോർത്ത് അമേരിക്കയിൽ നിന്നും, ഓസ്ട്രേലിയയിൽ നിന്നും, യൂറോപ്പിൽ നിന്നും, ഏഷ്യയിൽ നിന്നും, എല്ലാ വൻകരകളിൽ നിന്നും വിവിധങ്ങളായ നദികൾ വന്നു ചേരുന്നു. അതൊക്കെ വന്നു ചേരുമ്പോൾ എങ്ങനെയാണോ
പർജന്യാപൂരിതാഹ അദ്രിപ്രഭവാഹ നദ്യഃ സർവതഃ സിന്ധും യഥാ. സിന്ധുവിലേക്ക് തന്നെ പ്രാപിക്കുന്നത് അതുപോലെ തദ്വത് അന്തതഃ ഗതയഃ ത്വാം വിശന്തി. അന്തതഃ ആത്യന്തികമായിട്ട് അഥവാ അവസാനമായിട്ട് ഗതയഃ എല്ലാ മാർഗങ്ങളും സകല മാർഗങ്ങളും ത്വാം വിശന്തി അങ്ങയിലേക്ക് പ്രവേശിക്കുന്നു. സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി എന്നുള്ളതിന് ഭാഗവതത്തിലുള്ള അക്രൂരസ്തുതിയിലുള്ളതായിട്ടുള്ള ശ്ലോകങ്ങളാണ്. യഥാദ്രിപ്രഭവാ നദ്യഃ പർജന്യാപൂരിതാ പ്രഭോ വിശന്തി സർവതഃ സിന്ധും തദ്വത്വാം ഗതയോന്തതഃ. അപ്പൊ ഈ നദികൾക്ക് സഞ്ചരിക്കുന്നത് അവരുടെ സൗകര്യത്തിനനുസരിച്ചാണ്. ചില നദികൾ വളരെ ഈസി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് സമുദ്രത്തിൽ ചെന്ന് ചേരും. ചിലത് വളരെ വളഞ്ഞു പൊളഞ്ഞ് സമുദ്രത്തിലേക്ക് എത്തും. ചിലത് മറ്റു നദികളുമായിട്ട് കൂടിച്ചേർന്ന് സമുദ്രത്തിലേക്ക് എത്തും. ഇതുപോലെ തന്നെയാണ് പല മാർഗങ്ങളും. ചില മാർഗം ഡയറക്റ്റ് ഈശ്വരന്റെ അടുത്തേക്ക് എത്തും. ചില മാർഗങ്ങൾ വളഞ്ഞു പൊളഞ്ഞ് ഈശ്വരന്റെ അടുത്തേക്ക് എത്തും. ചിലത് ഒന്നിച്ച് ചേരും. ഭക്തി, ജ്ഞാനം, കർമ്മം എല്ലാം കൂടി ചേരും. എന്നിട്ട് ഭഗവാന്റെ അടുത്തെത്തും. അപ്പൊ ഇങ്ങനെ വിവിധങ്ങളായ നദികൾ എങ്ങനെയാണോ പല രീതിയിൽ പ്രവഹിച്ച് സമുദ്രത്തിൽ ചെന്ന് ലയം പ്രാപിക്കുന്നത്, അതുപോലെയാണ് ഭഗവാനെ കുറിച്ചിട്ടുള്ള മാർഗങ്ങൾ, ഭഗവാനെ പ്രാപിക്കാനുള്ള യോഗങ്ങൾ അഥവാ മാർഗങ്ങളെല്ലാം അവസാനം ആത്യന്തികമായിട്ട് ഭഗവാനിൽ എത്തുമ്പോഴേ അതിന് ശാന്തി ഉണ്ടാവാൻ പോകുന്നുള്ളൂ. ബാക്കി എവിടെ കെട്ടിയിട്ടാലും എവിടെ അണക്കെട്ടി നിർത്തിയാലും അതിന് ശാന്തി ഉണ്ടാവാൻ പോകുന്നില്ല. അതിന് സമുദ്രത്തിൽ ചെന്ന് ചേർന്നാലേ ആ വെള്ളത്തിൻ്റെ ഒരു കുതിപ്പ്, അതിൻ്റെ ആ ഒരു പ്രവാഹശക്തി, മൊമെന്റം, അത് അവസാനിക്കാൻ പോകുന്നത് സമുദ്രത്തിൽ ചെന്ന് ചേരുമ്പോഴാണ്. സമുദ്രത്തിലാണ് അതിന് റിലാക്സ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതുപോലെ എല്ലാ മാർഗങ്ങളും ഭഗവാനെ പ്രാപിക്കുന്നു എന്നാണ്. ഇനിയും സ്തുതി തുടരുകയാണ്. നമുക്ക് നാളെ കാണാം. നാളെ രാവിലെ, വൈകുന്നേരമില്ല. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. നാളെ തുടരാം. ഹരി ഓം.